നിത്യജീവനിൽ കടക്കണമെന്നുണ്ടെങ്കിൽ ആരുണ്ടായിരിക്കണം? യേശു ഉണ്ടായിരിക്കണം. നമ്മൾ ഏത് മതങ്ങളെക്കുറിച്ചും ഫിലോസഫിയും പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എങ്ങനെ നീ നല്ലതാകാം എന്ന് പഠിപ്പിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ പഠിപ്പീര് നീ നല്ലതാകാം എന്നുള്ളതിൽ നിന്നില്ല. യേശുക്രിസ്തുവിന്റെ പഠിപ്പീര് വന്നപ്പോൾ എങ്ങനെ നിനക്ക് നിത്യജീവനിൽ എത്താമെന്നവൻ പഠിപ്പിച്ചു. ഒരു ഗ്യാരണ്ടി യേശു തന്നു, ഒരു ഗ്യാരണ്ടി അല്ലേ, ഒരു ഗ്യാരണ്ടി തന്നു. ആ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിൽ വിശ്വസിക്കുന്നവൻ എന്തുണ്ട്? നിത്യജീവൻ ഉണ്ട്. അപ്പോ നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവൃത്തി കൊണ്ടാണ് നമ്മൾ സ്വർഗത്തിൽ പോകുന്നത് എങ്കിൽ ഇവിടെ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഇന്ന് ഡൗട്ട് അടിക്കും. കാരണം നമ്മുടെ പ്രവൃത്തികൾ നല്ലതല്ല. അല്ല, ആണോ? അല്ല. ഇവിടെ നമ്മൾ ഇരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പഴയ കാലത്ത് ചെയ്ത പ്രവൃത്തികളും ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികളും പരിശോധിച്ചാൽ നമ്മൾ സ്വർഗത്തിൽ പോകുവാൻ യോഗ്യരല്ല. പക്ഷേ വചനം പറയുന്നു നിങ്ങളുടെ പ്രവൃത്തി അല്ല, പിന്നെയോ എന്തുവാ? കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ ചെയ്ത പ്രവൃത്തിയാണ് നമ്മളെ സ്വർഗത്തിന് അവകാശികളാണ്. എന്റെ അർത്ഥം നമ്മൾ പ്രവർത്തിക്കരുതെന്നല്ല, പക്ഷെ നമ്മൾ എത്ര വിശുദ്ധമായി ജീവിക്കുവാൻ തീരുമാനിച്ചാലും എത്ര ശ്രമിച്ചാലും നമുക്ക് കർത്താവിന്റെ ക്വാളിറ്റിയോളം വരാൻ സാധിക്കത്തില്ല. അങ്ങനെ വരാൻ സാധിക്കാത്തപ്പോൾ നമ്മളെ അവന്റെ ക്വാളിറ്റിയിലേക്ക് ആക്കി മാറ്റുവാൻ പിതാവായി ദൈവം നമ്മളിലേക്ക് നോക്കുന്നത് യേശുവിൽ കൂടെ. യേശുവിൽ കൂടി നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ മാറി. ഇതുവരെയും നമ്മൾ പാപിയായിരുന്നു, എന്നാൽ യേശുവിൽ കൂടി നോക്കുമ്പോൾ നമ്മൾ ആരായി? മക്കളായി മാറി. മക്കളെങ്കിൽ അവകാശികളായി മാറി. അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ ക്രിസ്തുവിൽ കൂടി അവൻ നമുക്ക് തന്നു. മക്കളാകുന്നത് കൊണ്ട് അവൻ നമ്മളെ തള്ളിക്കളയുവാൻ സാധിക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അങ്ങനെ മനസ്സിലാക്കിയാലേ ഈ ക്രിസ്ത്യാനിറ്റിക്ക് അല്ലെങ്കിൽ യേശുവിനെ അംഗീകരിച്ച് മുൻപോട്ട് പോകുമ്പോൾ അതിനൊരു പ്രാധാന്യം ഉണ്ടാകത്തുള്ളൂ. പലപ്പോഴും വിശ്വാസത്തിൽ വന്നതിന് ശേഷവും ആളുകൾ പഠിപ്പിച്ചു വരുമ്പോൾ നിന്റെ എഫർട്ട്, നിന്റെ വിശുദ്ധ ജീവിതം, നിന്റെ ഉപവാസം, നിന്റെ മുട്ടുമേലിരിപ്പ്, ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. അത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നേ, പക്ഷേ അതുകൊണ്ടേ സ്വർഗത്തിൽ പോകത്തുള്ളൂ എങ്കിൽ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത് വെറുതെയായി. കാരണം എന്താണെന്നറിയാമോ? കാരണം ഇതിനേക്കാളും നന്നായിട്ട് ജീവിക്കുന്ന ആളുകൾ പുറത്ത് വേറെ ഉണ്ട്. എന്നാൽ നമുക്കൊരു പ്രത്യേകതയുള്ളത് എന്തുവാണ്? നമ്മുടെ പ്രത്യേകത അവൻ കാൽവരി ക്രൂശിൽ മരിച്ചത് എൻ്റെ പാവങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് നാം മനസ്സിലാക്കി, അത് യേശുവേ നീ എനിക്ക് വേണ്ടി മരിച്ചു, അതുകൊണ്ട് നിന്നെ എൻ്റെ രക്ഷിതാവായി സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ പാപത്തിന്റെ അവസ്ഥയിൽ നിന്നും അവൻ നമ്മെ വീണ്ടെടുത്തു. ഇതുകൊണ്ടാണ് ദൈവവചനം നമ്മൾ രണ്ടാഴ്ച മുമ്പ് ശ്രദ്ധിച്ചപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചത്, ബുദ്ധിയുള്ളവരെ ലജ്ജിപ്പിക്കുവാൻ അവൻ ബുദ്ധിഹീനമായതും ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ബലഹീനമായതും തെരഞ്ഞെടുത്തു. ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടാ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാ. എന്നാൽ നമ്മൾ ബുദ്ധി ഇല്ലാതെ ചിന്തിച്ചാൽ അത് മനസ്സിലാകത്തുള്ളൂ. ഭയങ്കര ബുദ്ധിയോടെ ചിന്തിച്ചാൽ ഒരാൾ അങ്ങനെ മരിച്ചത് കൊണ്ട് എനിക്ക് എന്താണ് ഗുണം എന്ന് ചിന്തിക്കാൻ പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാ. ഒരിടത്ത് പോകത്തില്ല, അവിടെ തന്നെ കിടക്കത്തേ ഉള്ളൂ. പക്ഷേ നമ്മൾ അതിന് പകരം അവൻ എനിക്ക് വേണ്ടി മരിച്ചു എന്നതിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ, അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. യേശുവിൽ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, യേശുവിൽ. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ നോക്കുമ്പോൾ വെളിച്ചം കാണത്തില്ല. നിങ്ങളെ കാണാം, പക്ഷെ വെളിച്ചം കാണത്തില്ല. പക്ഷേ ദൈവം നോക്കുമ്പോൾ ദൈവം പറയുന്നത് ക്രിസ്തു ഉള്ളവൻ എന്തുണ്ട്? വെളിച്ചം. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം നമ്മൾ നേരത്തെ കണ്ടത്, എന്നെ അനുഗമിക്കുന്നവൻ വെളിച്ചത്തിൽ നടക്കുന്നു. അപ്പോൾ യേശുവിനെ ഒരാൾ ഫോളോ ചെയ്യുമ്പോൾ, യേശുവിനെ ഒരാൾ അക്സെപ്റ്റ് ചെയ്ത് അവന് വേണ്ടി ജീവിക്കുമ്പോൾ, അവരിലേക്ക് യേശു വന്നു കഴിയുമ്പോൾ ഒരു കാര്യം സംഭവിക്കുന്നു. എന്താ സംഭവിക്കുന്നേ? വെളിച്ചം. അപ്പോൾ വെളിച്ചമില്ലെങ്കിൽ എന്താ ഉള്ളത്? പിന്നെ ഇരുട്ട്. ഇതിന്റെ രണ്ടിന്റെയും പകുതി വെളിച്ചവും പകുതി ഇരുട്ടും എന്നൊരവസ്ഥയില്ല. നമുക്ക് ചിലയിടത്ത് ചില സിമ്പിൾസ് കണ്ടറിയാം. ഇങ്ങനെ വട്ടത്തിൽ ഇട്ടതിന് ശേഷം അതിന് നടുക്കൂടെ ഇങ്ങനെ ഒരു സാധനം ഇട്ടാകത്തൊരു കുത്തിടുന്ന ഒരു സിമ്പിൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്റെ പറഞ്ഞത് എനിക്ക് അറിയത്തില്ല. അതിനെ ഹാഫ് ഗുഡ് ആൻഡ് ഹാഫ് ബാഡ് എന്നാ പറഞ്ഞ ഈ ചൈനീസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. പിന്നെ കാണിച്ചിട്ടുണ്ടെന്നുള്ളത് അതിനകത്ത് പകുതി നല്ലതും പകുതി ചീത്തയും. അങ്ങനൊരു കാര്യം ക്രിസ്തുവിൽ ഇല്ല.
either you are good or you are bad. Either you are light or you have no light. Either you are destined to heaven or you are destined to hell. Either you are destined for eternity or you are destined for condemnation. ഇതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ യേശു പറയുന്നത്, അവനെ കുറിച്ച് പറയുന്നത്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ആരിൽ? യേശുവിൽ ജീവൻ ഉണ്ടായിരുന്നു. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. മനുഷ്യരുടെ വെളിച്ചമായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കാണാൻ സാധിക്കാത്ത ഒരു വെളിച്ചം നമ്മളിലുണ്ട്. ആ വെളിച്ചം വരണമെന്നുണ്ടെങ്കിൽ ആരാണ്? യേശു. ഇതുകൊണ്ടാണ് ആദാമും ഹൗവായും പാപം ചെയ്തപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയി. എന്ത് നഷ്ടപ്പെട്ടു? ദൈവ തേജസ്. എന്തായിരുന്നു ആ തേജസ്? യേശു ക്രിസ്തു, വെളിച്ചം. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ യേശുവിനെ സ്വീകരിക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ നന്മയിലേക്ക്, ആ അനുഭവത്തിലേക്ക് നമ്മൾ തിരിച്ചു കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരൊറ്റ വ്യക്തിയാണ് ആവശ്യം. നമുക്ക് ആ വ്യക്തിയുടെ പേര് യേശു എന്ന. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കി. ഇംഗ്ലീഷിൽ പറയുന്നത് ആൻഡ് ഡാർക്ക്നെസ് കനോട്ട് കോംപ്രിഹെൻഡ് ഇറ്റ്. ഡാർക്ക്നെസ് അത് മനസ്സിലായില്ലെന്നാ. ഡാർക്ക്നെസ്, അന്ധകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി ആരാന്നുള്ളത്. അന്ധകാരത്തിന് ഇവൻ ആരാണെന്നുള്ളത് മനസ്സിലായില്ല. ആരെക്കുറിച്ചാണ് പറയുന്നേ? യേശുവിനെ കുറിച്ച്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, എന്റെ പിന്നാലെ എന്നെ അനുഗമിക്കുന്നവൻ വെളിച്ചത്തിൽ നടക്കുന്നു. കാരണം അവൻ ആരാ? അവൻ വെളിച്ചമാണ്. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു, എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുത്തേക്ക് വരുന്നില്ല. അപ്പോൾ അവൻ ഒരു പാത കാണിച്ചു തരിക. അവൻ പറയുകയാണ്, ഇതാണ് യഥാർത്ഥ പാത, ഇതിൽ കൂടി നടന്നാൽ നീ എവിടെ വരും? പിതാവിന്റെ അടുത്തേക്ക് നിനക്ക് മടങ്ങി വരാം. എവിടെ നിന്ന് ആദാമിനും ഹൗവായ്ക്കും നഷ്ടപ്പെട്ടോ അവിടേക്ക് മടങ്ങി വരുവാൻ ഒരു വഴിയേ ഉള്ളൂ. ആ വഴി ആരാണ്? ഞാനല്ല, യേശുവ. സ്തോത്രം. ഇതാണ് യേശു ക്രിസ്തു പറയുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. നമുക്ക് തിരിച്ച് നമ്മൾ ആദ്യം എടുത്ത വാക്യത്തിലേക്ക് പോവാം. സ്തോത്രം. അപ്പോൾ ഇവിടെ പറയുകയാണ്, 12-ാം വാക്യം, യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകുമെന്ന്. ഇവിടെ യേശു ക്രിസ്തു പറഞ്ഞൊരു വാക്യം വളരെ ശ്രദ്ധിക്കേണ്ടത്. അവൻ പറയുകയാണ്, ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചം. സാധാരണ വെളിച്ചമല്ല, ജീവൻ. ഇംഗ്ലീഷിൽ പറയുന്നു, ബട്ട് ഷാൽ ഹാവ് ദ ലൈറ്റ് ഓഫ് ലൈഫ്. ജീവന്റെ വെളിച്ചം നിനക്ക് ഉണ്ടാകും. സാധാരണ വെളിച്ചത്തിന്റെ പ്രത്യേകത, സൂര്യന്റെ പ്രകാശം കുറച്ച് കഴിയുമ്പോൾ മങ്ങിപ്പോകും, ചന്ദ്രന്റെ പ്രകാശം കുറച്ച് കഴിയുമ്പോൾ മങ്ങിപ്പോകും. പക്ഷെ ജീവന്റെ പ്രകാശത്തിന് പ്രത്യേകതയുണ്ട്, അത് മങ്ങത്തില്ല. പിന്നെ എങ്ങോട്ടേക്ക് നമ്മളെ കൊണ്ടുപോകും? നിത്യജീവനിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കത്തില്ല, അവൻ ജീവന്റെ വെളിച്ചമുള്ളവനാകും. അപ്പോൾ എന്നെ അനുഗമിക്കുന്നവൻ വെളിച്ചത്തിൽ നടക്കും എന്ന് പറയുന്ന യേശു പറയുകയാണ്, അവൻ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ എന്തുണ്ടാകുന്ന യേശു പറഞ്ഞത്? യേശുവിന്റെ പുറകെ നടക്കുമ്പോൾ നമ്മളിൽ ഒരു വെളിച്ചം. യേശു ക്രിസ്തു പറഞ്ഞു, ഒരു പന്തം അല്ലെങ്കിൽ ഒരു തിരി കത്തിച്ചാൽ അത് പറയിൻ കീഴിലല്ല, പിന്നെയോ എന്തിനത് വെക്കുന്നത്? മറ്റുള്ളവർ ആ വെളിച്ചം ഒന്ന് കാണാൻ, വെളിച്ചം ഒന്ന് കാണാൻ വേണ്ടി. അപ്പോൾ നമ്മളെ കുറിച്ച് പറയുന്നു, നമ്മൾ ആരാണ്? ജീവന്റെ വെളിച്ചമുള്ളവരാണ് നമ്മൾ. ജീവന്റെ വെളിച്ചം. ഇത് നമ്മൾ ഇതിന്റെ ആദ്യം തുടക്കത്തിൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, യേശു ക്രിസ്തു വ്യഭിചാരത്തിൽ പിടിച്ച ഒരു സ്ത്രീയെ രക്ഷപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നമ്മൾ ആദ്യം ഇവിടെ കാണുന്നത്. വ്യഭിചാരത്തിൽ പിടിച്ച ഒരു സ്ത്രീയെ, ഈ വ്യഭിചാരത്തിൽ പിടിച്ച ഒരു സ്ത്രീയെ യേശു ക്രിസ്തു രക്ഷപ്പെടുത്തിയപ്പോൾ യേശു ക്രിസ്തു സത്യം പറഞ്ഞു, ഇവിടെ ആരെയും യേശു ക്രിസ്തു കുറ്റം വിധിച്ചു. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശു ക്രിസ്തുവിനെ ഇവിടെ പിടിച്ചുകൊണ്ട് വന്ന പരീശന്മാരെയും ശാസ്ത്രിമാരെയും കുറ്റം വിധിക്കായിരുന്നു. യേശു ക്രിസ്തു അവരെ കുറ്റം വിധിച്ചില്ല.
യേശു ക്രിസ്തുവിന് അവരുടെ പാപത്തെക്കുറിച്ച് വിളിച്ചു പറയാമായിരുന്നു, യേശു അവരുടെ പാപത്തെക്കുറിച്ചും വിളിച്ചു പറഞ്ഞില്ല. കണ്ടോ, ഇവിടെ യേശു ആള് കളിക്കാൻ നോക്കിയില്ല. നമ്മൾ ആ യേശുവിന്റെ വെളിച്ചം, അവൻ ജീവന്റെ വെളിച്ചത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ജീവന്റെ വെളിച്ചം യേശു ക്രിസ്തു ആ സ്ത്രീയോട് പറഞ്ഞു. സ്ത്രീയെ നോക്കിയതിന് ശേഷം യേശു ക്രിസ്തു കല്ലെറിയാൻ വന്നവരെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ, മൂത്തവർ മുതൽ ഇളയവർ വരെ എല്ലാവരും കല്ല് താഴെ ഇട്ടിട്ട് പോയി. യേശു ക്രിസ്തു സ്ത്രീയോട് പറഞ്ഞു, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോ ഇവിടെ സത്യത്തിൽ യേശുവിന് വേണമെങ്കിൽ പറയത്തില്ലായിരുന്നോ, ആദ്യം നിൽക്കുന്ന തൊമ്മന്റെ പാവം ഇതാണ്, അന്ന ഇതാണ്, മനശ ഇതാണ്, ചാക്കോ, കർത്താവിനാണ് പാപം വിളിച്ചു പറയത്തില്ലായിരുന്നു? കർത്താവ് ഒരാളുടെ പാപം വിളിച്ചു പറഞ്ഞു? അവിടെ പറഞ്ഞില്ല. അതിനു പകരം കർത്താവ് എന്തോ അവർക്ക് കൊടുത്തത്? കർത്താവ് അവരെ ജീവന്റെ വെളിച്ചത്തിലേക്ക് നടത്തുവാൻ വേണ്ടി, അവൻ വെളിച്ചമാകുന്നത് കൊണ്ട് അവന്റെ ചോദ്യത്തിന്റെ മുൻപിൽ ഒരു വെളിച്ചം തെളിഞ്ഞപ്പോൾ അവരുടെ പാപങ്ങളെ അവർക്ക് എന്ത് ചെയ്തു? ബോധ്യപ്പെട്ടു കിട്ടി. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണേ. അവരോടൊരു ചോദ്യം അവൻ ചോദിച്ചപ്പോൾ, അവൻ വെളിച്ചമാകുന്നത് കൊണ്ട് എന്നെ അനുഗമിക്കുന്നവൻ വെളിച്ചത്തിൽ നടക്കുമെന്ന് പറഞ്ഞത് കൊണ്ട്, യേശു ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ വെളിച്ചമാകുന്നത് കൊണ്ട് ആ വെളിച്ചം അവരുടെ മുൻപിലുള്ള പാപത്തെ തുറന്നു കാണിച്ചു. അതുവരെയും അവർക്ക് മനസ്സിലാകാതിരുന്ന പാപത്തെ ഒറ്റ ചോദ്യം കൊണ്ട് അവർക്ക് ബോധ്യപ്പെട്ടു. മനസ്സിലായോ? ഇതാണ് യേശുവിന്റെ പ്രത്യേകത. നമ്മളൊരു ഫിലോസഫി ക്ലാസ്സിന് പോയാൽ, ഒരു ലാംഗ്വേജ് ക്ലാസ്സിന് പോയാൽ, ഒരു സൈക്കോളജി ക്ലാസ്സിന് പോയാൽ ഇത് വെളിപ്പെട്ട് കിട്ടത്തില്ല. പാപത്തെക്കുറിച്ച് നമുക്ക് വെളിപ്പെട്ട് കിട്ടത്തില്ല. എന്നാൽ യേശുവിന്റെ സന്നിധിയിൽ നാം വന്നിരിക്കുമ്പോൾ അവൻ വെളിച്ചമാകുന്നത് കൊണ്ട് അവൻ നമ്മുടെ കുരുടായ കണ്ണുകളെ പ്രകാശിപ്പിക്കുകയും ശത്രു കുരുടാക്കി വെച്ചിരിക്കുന്ന മനസ്സിനെ തുറക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെ അവൻ വെളിപ്പെടുത്തി തരും. സ്തോത്രം. അവൻ പാപത്തെ വെളിപ്പെടുത്തി തരുമ്പോൾ വചനം പറയുന്നു, അവർ ഓരോരുത്തരായി കല്ലിട്ടതിന് ശേഷം അവിടുന്ന് പോയി. എന്തുകൊണ്ടാ പോയത്? അവർക്ക് മനസ്സിലായി, ഞങ്ങൾ വസിക്കുന്നത് വെളിച്ചത്തിലല്ല, ഇരുട്ടിലാണ്. ഞാനും അയ്യോ ഈ സ്ത്രീയെ പോലെ പാപിയാണല്ലോ, അയ്യോ ഞാനും അരിഷ്ടനായ മനുഷ്യൻ, ഈ പാപമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും എന്ന് പൗലോസ് പറഞ്ഞതുപോലെ അതുവരെയും കവലപ്രസംഗവും നടത്തി ദശാംശവും കൊടുത്ത് കണ്ണുമടച്ച് നടന്ന ശാസ്ത്രിമാർ, പരീശന്മാർ യേശുവിന്റെ ഒറ്റ ചോദ്യത്തിന് മുമ്പിൽ തീർന്നു. ഇത് നാം മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ യേശു നമ്മിൽ വസിക്കുന്നുണ്ട് എങ്കിൽ, അവൻ വെളിച്ചമാകുന്ന യേശു നമ്മളിൽ ഉണ്ട് എങ്കിൽ, നമ്മുടെ പാപത്തെക്കുറിച്ച് അവൻ നമുക്ക് ബോധ്യം വരുത്തും. നിങ്ങൾക്ക് നിങ്ങളുടെ പാപത്തെക്കുറിച്ച് ബോധ്യമില്ല എങ്കിൽ, പാപം ചെയ്തിട്ടും അത് ഈസി കൂൾ ആയിട്ട് ഒരു വിഷയവുമില്ലാതെ നടക്കുന്നു എങ്കിൽ ഓർത്തോണം, വെളിച്ചമായ യേശുവിന് നിങ്ങളുടെ സ്ഥാനം നിങ്ങൾ കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടുണ്ട് എങ്കിൽ അവൻ എന്ത് ചെയ്യും? അവനത് വെളിപ്പെടുത്തും. അവൻ നിന്നെ കുറ്റം വിധിക്കുകയല്ല ചെയ്യുന്നത്, നിനക്ക് കുറ്റബോധം ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്, പിന്നെയോ നിനക്ക് പാപബോധം ഉണ്ടാക്കും, നിനക്ക് മാനസാന്തരം ഉണ്ടാക്കും. അയ്യോ ഞാനും പാപിയായൊരു മനുഷ്യനാണല്ലോ എന്നൊരു തോന്നൽ അവൻ കൊണ്ടുവരും. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഈ സ്ത്രീയോട് പറഞ്ഞത്, നിന്നെ ആരും കല്ലെറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. പറഞ്ഞു, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല, പക്ഷെ ഇനി പാപം. കണ്ടോ, യേശുവിന്റെ ഒരൊറ്റ വാക്കേ ഉള്ളൂ അവളോട്. നീ എത്ര പ്രാവശ്യം പാപം ചെയ്തിട്ടുണ്ട് ഇങ്ങനെ? എത്ര പേരൊക്കെ പോയിട്ടുണ്ട്? എത്ര നാളായി പരിപാടിയൊക്കെ തുടങ്ങിയിട്ട്? ഇല്ല. ചോദിച്ചോ യേശു? ഇല്ല. ഇനി ഈ വന്നു നിന്നവരോട് യേശു, നീ നിൽക്കുന്നത് മുഴുവൻ പാപികളാ കേട്ടോ, നിനക്കൊക്കെ പാപമുള്ളവരാ, പണി നോക്ക് എന്ന് യേശു ക്രിസ്തു പറഞ്ഞോ? ഇല്ല. യേശു ക്രിസ്തു, നമുക്ക് മറ്റൊരു കാര്യം എടുക്കാം, സമയമില്ലാത്തത് കൊണ്ട്. യേശു ക്രിസ്തു പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പേ നീ എന്നെ തള്ളിപ്പറയും. അല്ലേ? തള്ളിപ്പറയും. യേശു ക്രിസ്തു, പത്രോസ് പറഞ്ഞു, നിന്റെ കൂടെ മരിക്കേണ്ടി വന്നാലും. ആ തീരുമാനം ഒന്ന് ഓർത്തോണം. അല്ലേ? നമ്മൾ എത്ര പേർ അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ട്? ആദ്യമായിട്ട് എനിക്കറിയില്ല, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ആയിരുന്നു കേട്ടോ. ഞാൻ കർത്താവിന് വേണ്ടി ആദ്യം ഇറങ്ങിയ സമയത്ത് ഒരു ഭയങ്കര തീക്ഷ്ണതയായിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഞാൻ കർത്താവിൻ്റെ വേണ്ടി എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നത്.
ഒരു ക്യാമ്പ് വെച്ച. അപ്പം അതിനുശേഷം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവേ നമുക്ക് വേറൊന്നും വേണ്ട, കർത്താവ് മാത്രം മതി. ഭയങ്കര തീഷ്ണതയില് പ്രീഡിഗ്രിയൊക്കെ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ +2 പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ ഫയറായിട്ടാണ് നിൽക്കുന്നത്. എന്നതിനാണെന്നറിയാവോ? കർത്താവിന് വേണ്ടി. അങ്ങനെ നിൽക്കുന്ന പത്രോസ് കർത്താവിനോട് പറയാണ്, നിന്റെ കൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളി പറയത്തില്ല. പത്രോസിന്റെ ആ ചൂടും ആ തീഷ്ണതയും 12 മണിക്കൂർ എടുത്തില്ല, അല്ലേ? 12 മണിക്കൂർ എടുത്തില്ല. അതിനു മുമ്പ് പത്രോസ് പറയുകയാണ്, എനിക്കിവനെ അറിയത്തില്ല. ആണയിടുവാനും പ്രാകുവാനും തുടങ്ങിയെന്ന. ഓർത്ത് നോക്കണം, ഇത്രയും നേരം ഞാൻ നിനക്ക് വേണ്ടി മരിക്കും എന്ന് പറഞ്ഞ പത്രോസ് പെട്ടെന്ന് മൂട് മാറി ആള് പറയാൻ തുടങ്ങി, എനിക്കിവനെ, നീയും ആ ഗലീലക്കാരന്റെ കൂടെ ഇല്ലയോ? നീ പൊട്ടിയെ പോലെ സംസാരിക്കുന്നു, നീ എന്താ പറയുന്നു? മിണ്ടാതെ പോടി, എനിക്കറിയത്തില്ല അവനെ. പത്രോസ് മാറി. അങ്ങനെ ഇരിക്കുമ്പോൾ കോഴി കൂവിയപ്പോൾ യേശു പത്രോസിനെ നോക്കി, അല്ല ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞോ? ഇല്ല. യേശു എന്ത് ചെയ്തു? കോഴി കൂവിയപ്പോൾ യേശു പത്രോസിനെ ഒന്ന് നോക്കി. പത്രോസ് യേശുവിനെ ഒന്ന്, 2 പേരുടെയും കണ്ണുകൾ തമ്മിൽ ഒന്ന് കൂട്ടിമുട്ടി. യേശു അത്രേ ചെയ്തുള്ളൂ, അല്ലേ? പത്രോസ് അതേ ദുഃഖത്തോടെ പുറത്തുപോയി കരഞ്ഞു. അതിദുഃഖത്തോടെ. എന്തുവാ സംഭവിച്ചത്? ഇതാണ് യേശുക്രിസ്തു ടച്ച് ചെയ്യുന്ന രീതി. ഇങ്ങനെയാണ് യേശുക്രിസ്തു ടച്ച് ചെയ്യുന്നത്. യേശുക്രിസ്തു ടച്ച് ചെയ്യുമ്പം നീ പാപിയാണ്, കൊള്ളരാത്തവനാണെന്ന് യേശുക്രിസ്തു പറയത്തില്ല. 38 വർഷം കൊളക്കരയിൽ കടന്നവനോട് യേശു പറഞ്ഞു, ഇനി നീ പാപം ചെയ്യരുത്. അത്രേ പറഞ്ഞുള്ളൂ യേശു. കണ്ടോ? ഇതാണ് വെളിച്ചത്തിന്റെ പ്രത്യേകത. ആ വെളിച്ചത്തിന്റെ പ്രത്യേകത, ആ വെളിച്ചം നമ്മളിലേക്ക് കടന്നു വന്നാൽ നമ്മുടെ ഉള്ളിൽ ആ വെളിച്ചം പ്രകാശിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർ ആ വെളിച്ചത്തെ കാണുവാൻ തുടങ്ങുകയും നമ്മൾ വെളിച്ചത്തിൽ നടക്കുകയും ചെയ്യും. ആ വെളിച്ചം നമ്മുടെ പുറത്തല്ല, ആ വെളിച്ചം നമ്മുടെ അകത്താണ്. പുറത്തുള്ള വെളിച്ചമാണ് നമുക്ക് കണ്ണിന് കാഴ്ച തരുന്നത്. എന്നാൽ ക്രിസ്തുവാകുന്ന വെളിച്ചം അകത്ത് വരുമ്പോൾ നമ്മുടെ അകക്കണ്ണുകൾ പ്രകാശിക്കുന്നത് കൊണ്ട്, ആത്മീയ മനുഷ്യൻ പ്രകാശിക്കുന്നത് കൊണ്ട്, ആത്മീയ മനുഷ്യന് മനസ്സിലാകും നമ്മൾ നടക്കേണ്ടുന്ന പാത എന്താണ്, ഏതാണ് ശരി, ഏതാണെന്ന് തെറ്റെന്ന് മനസ്സിലാകുന്നത് കൊണ്ട് നമ്മുടെ ഈ കാലുകളല്ല, നമ്മുടെ ആത്മീയ മനുഷ്യന്റെ കാലുകൾ സന്മാർഗത്തിൽ, ദൈവിക മാർഗത്തിൽ നടക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കുക. We must receive Christ because he is light. That light shines in the darkness. ആ വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാപത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു വരുമ്പോൾ ആ വെളിച്ചം നമ്മുടെ ഉള്ളിൽ പ്രകാശിച്ചിട്ട് പറയും, മകനെ, മകളെ, ഇത് വേണ്ട എന്ന് ആ പാപം വെളിച്ചത്തിന് മുമ്പിൽ വിളിച്ചു പറയും ആ വെളിച്ചം. ഹല്ലേലൂയ. രാത്രിയിൽ ലൈറ്റ് കെടുത്തിയതിനു ശേഷം ആരും കാണാതെ പാപം ചെയ്യുകയാ. അപ്പോഴും അകത്തിരിക്കുന്ന ക്രിസ്തുവിനോട് വിളിച്ചു പറയും, നോ, യു ആർ ഡൂയിങ് റോങ്. വൈ? കാരണം അകത്തിരിക്കുന്നവൻ പ്രകാശമാകുന്നത് കൊണ്ട്, അവൻ അകത്തിരുന്നു കൊണ്ട് നിന്റെ ആത്മാവിനോട് പറയുകയാ, വേണ്ട മകനെ, വേണ്ട. സ്തോത്രം. ഇതാണ് അകത്ത് ക്രിസ്തു ഉള്ളവന്റെ പ്രത്യേകത. ക്രിസ്തുവിനെ വളരാൻ അനുവദിക്കാത്തവൻ, ക്രിസ്തുവിനെ പുറത്തു കൊണ്ടുവരാൻ അനുവദിക്കാത്തവൻ, ക്രിസ്തുവിനെ അകത്ത് ഒതുക്കി വെക്കുന്നവൻ, അവന്റെ പ്രത്യേകത പാപമാണെന്നറിയാമെങ്കിലും പാപത്തിന് മറയിട്ടിട്ട് അവൻ പാപത്തിലേക്ക് പോകും. ഇങ്ങനെ TV കണ്ടുകൊണ്ടിരിക്കുന്നു, കാണാത്ത പ്രോഗ്രാം കാണുന്നു, ആളുകൾ വരുമ്പോൾ ഠിങ് ഒരു ചാനൽ ഞെക്കുന്നു, ചാനൽ മാറുന്നു. അതിന്റെ അർത്ഥം നിന്റെ ഉള്ളിൽ ആരില്ല? ക്രിസ്തുവില്ല. ബാറിലിരുന്ന് ശരിക്കും അടിച്ചുകൊണ്ടിരിക്കുന്നു, വിളിക്കുമ്പോൾ പറയുന്നു, ഞാൻ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ചിക്കൻ ബിരിയാണി കഴിക്കുകയാണെന്ന്. നിന്റെ ഉള്ളിൽ ക്രിസ്തുവില്ല. ആവശ്യമില്ലാത്ത പാപപ്രക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നു, ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ കാര്യം വിളിച്ചു പറയുന്നു, ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ അനുവദിച്ചിട്ടില്ല. ക്രിസ്തു ഉണ്ടെങ്കിൽ അവന്റെ പ്രത്യേകത, നമ്മൾ പാപത്തിന്റെ അവസ്ഥയിലേക്ക് വരുമ്പോൾ അകത്തിരിക്കുന്ന വെളിച്ചം നമ്മളോട് പറയും, ഇരുട്ടിലേക്ക് പോകരുത്.
ഇരുട്ടിലേക്ക് പോകരുത്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഇവളോട് പറയുന്നത്, നിന്നെയും ഞാനും കുറ്റം വിധിക്കുന്നില്ല. നമുക്ക് ഒരു വാക്യം കൂടെ നമുക്ക് എടുക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. റോമാലേഖനം അതിൻ്റെ 7-ാം അധ്യായം. പതിനഞ്ചാം വാക്യം. പൗലോസ് പറഞ്ഞൊരു വാക്യമാണ്, വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്. 15. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല പകയ്ക്കുന്നതിനെ അത്രേ പ്രവർത്തിക്കുന്നു. പൗലോസ് പറഞ്ഞതാ. പൗലോസ് അതിശക്തമായി കർത്താവിന് വേണ്ടി നിൽക്കുന്നവൻ. 3.5 വർഷക്കാലം അരേബ്യൻ മരുഭൂമിയിൽ ഇരുന്ന് കർത്താവിൽ നിന്ന് കേൾക്കുകയോ പ്രാപിക്കുകയോ ചെയ്യുന്നാൽ, നിങ്ങൾ കേൾപ്പിച്ചു തരുന്നാൽ, കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി എന്നുള്ള ഒരു ശിഷ്യന്മാർക്കും ലഭിക്കാത്തതായ ആ ദിവ്യ ദർശനം ലഭിച്ചവൻ, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവനായ പൗലോസ് പറയുകയാണ്, ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല പകയ്ക്കുന്നതിനെ അത്രേ. ഇതൊരു മനുഷ്യന്റെ കാര്യമാണ്. ദിസ് ഈസ് എ ഹ്യൂമൻ ബീങ്. നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്നതിനെ നമ്മൾ ചെയ്തു. എന്തൊരവസ്ഥയല്ലേ. എന്നാൽ പൗലോസിന് എഴുതാനുള്ള ധൈര്യം തോന്നി. നമുക്ക് ആർക്കെങ്കിലും ധൈര്യം തോന്നുമോ? നമ്മൾ ആരെങ്കിലും നമ്മളെക്കുറിച്ചൊരു ബുക്ക് എഴുതുമ്പോൾ എന്തെങ്കിലും കുറവ് എഴുതുവോ? എഴുതത്തില്ല. നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രമേ. എന്നാൽ പൗലോസ് എഴുതുകയാണ്, ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ ന്യായപ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അതിൻ്റെ അർത്ഥം നമ്മൾ എന്ത് വസിക്കുന്നുണ്ട്? അപ്പോൾ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. എന്നാൽ അവന് പാപമുണ്ടോ? ഓഫ് കോഴ്സ് പാപമുണ്ട്. ക്രിസ്തുവിൽ വസിക്കുന്നവൻ്റെ ഉള്ളിലും. കാരണം ഈ ജഡത്തിൽ വസിക്കുന്ന കാലത്തോളം ജഡത്തിൽ പാപസ്വഭാവം മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം പാസ്റ്റങ്ങൾ വന്ന് പഠിപ്പിച്ചൊരു കാര്യങ്ങളിലൊന്നാ മനസ്സിലാക്കണം. ഈ ജഡത്തെ എടുത്തത് എവിടുന്നാ? ഭൂമിയിൽ നിന്നാ. എന്നാ ആത്മ മനുഷ്യൻ എവിടെ നിന്നാ? സ്വർഗത്തിൽ നിന്നാ. അതുകൊണ്ട് ആത്മ മനുഷ്യനിൽ ക്രിസ്തു നമ്മളോട് സംസാരിക്കും. ജഡമനുഷ്യൻ ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ലെന്നറിയാമെങ്കിലും നമ്മൾ അറിയാതെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കിട്ടുമ്പോൾ നമ്മൾ അറിയാതെ എടുത്ത് കഴിഞ്ഞ നാളെ ഞങ്ങളുടെ നാട്ടില് കുഞ്ഞായിരുന്നപ്പം ഒരു അപ്പച്ചനുണ്ടായിരുന്നു. അപ്പച്ചൻ പറയായിരുന്നു, ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ എൻ്റെ അപ്പനോട്, കുഞ്ഞുഞ്ഞേ, എൻ്റെ അപ്പനെ വിളിക്കുന്ന കുഞ്ഞുഞ്ഞേ, ചോറുണ്ട് കഴിയുമ്പോൾ ശർക്കരഭരണിയിൽ കൈയിട്ടില്ലെങ്കിൽ എനിക്കൊരു സുഖമില്ലടാ. പുള്ളിക്ക് ഹൈ ഷുഗറാ. ശർക്കര ഭരണിയിൽ കൈ ഇടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഒരു ശർക്കര ഭരണി മേടിച്ചു. നമ്മുടെ അന്ന് പണ്ട് ശർക്കരയുടെ ഭരണി ഉണ്ടായിരുന്നു. പുള്ളി എല്ലാ ദിവസവും ചോറുണ്ട് കഴിയുമ്പോൾ അതിനകത്ത് പോയി കൈ ഇട്ടിട്ട് ഒരു ശർക്കര എടുത്ത് കടിച്ച് തിന്നും, ബാക്കി അവിടെ വെക്കും. എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മുടെ ജഡത്തിന് ഈ ബലഹീനതയുണ്ട്. ഇതാണ് പൗലോസ് പറയുന്നത്. നമ്മുടെ ആത്മമനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നുവെങ്കിലും ജഡമനുഷ്യന്റെ കുഴപ്പം എന്തുവാ? ജഡമനുഷ്യൻ ബലഹീനമാണ്. അതുകൊണ്ടാണ് അകത്ത് ക്രിസ്തുവില്ലാത്തവൻ എവിടെ വസിക്കുന്നത്? ഇരുളിലാ വസിക്കുന്നത്. അതുകൊണ്ട് യേശു നമ്മുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ വാസം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കർത്താവുമായിട്ട് നിരന്തരമായ ഒരു ബന്ധം ആവശ്യമാണ്. വചനം ദിവസവും വായിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവുമായി പ്രാർത്ഥന ആവശ്യം. കർത്താവെ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥനയല്ല. കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നൊരു പ്രാർത്ഥന. എന്നിട്ട് പൗലോസ് പറയുകയാണ്, എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്ക് ഉണ്ട്, ബോഡിക്കല്ല,
ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല. എവിടെ? എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ. വ്യക്തമായിട്ട് പൗലോസ് പറഞ്ഞു തരിക, എൻ്റെ ജഡത്തിൽ നന്മ. ദേഷ്യം വന്നു, ഭാര്യയ്ക്ക് ഒറ്റ വീശു കൊടുത്തു. നമ്മളെ അടിക്കുന്ന കൂട്ടത്തിലല്ല, നമ്മുടെ സഭയിൽ ഉണ്ടാകാതിരിക്കട്ടെ. ഒറ്റ വീശു കൊടുത്തു കഴിയുമ്പോൾ അകത്തൊരു ദുഃഖം, വേണ്ടായിരുന്നു. പക്ഷെ കൈകൊണ്ട് വെരി സോറി 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 സോറി. എപ്പോഴാണെന്നറിയാവോ? പിന്നെ കാരണം എന്നാ? ഞാൻ 4 പയ്യറുകളുണ്ടായിരുന്നു. അവര് ഭാര്യയും ഭർത്താവും വഴക്കുണ്ടാക്കുമ്പോൾ പുള്ളിക്കാരൻ വീട്ടിലിരിക്കുന്ന എക്സ്പെൻസീവ് പ്ലേറ്റ്സ് എടുത്ത് ഇങ്ങനെ എറിയും പുറത്തോട്ട്. ഏറ്റവും വില കൂടിയ പ്ലേറ്റ്സ് ഇങ്ങനെ അടുക്കളയിൽ കൂടെ ഇങ്ങനെ പറന്ന് പുറത്തു വരും. അപ്പൊ അങ്ങളെ എന്നാന്ന് ചോദിക്കും. ഒരു കമാൻഡോ ഓപ്പറേഷൻ ആണെന്ന് പറയും. ഒരു കമാൻഡോ ഓപ്പറേഷൻ, എങ്കിൽ അവൾ ഒതുങ്ങത്തുള്ളെന്ന് പറയും. അപ്പം ഏറ്റവും കൂടിയ അമേരിക്കയിൽ നിന്നും ഗൾഫിൽ നിന്നും കൊണ്ടുവന്ന പ്ലേറ്റ് വഴി ഇങ്ങനെ അടുക്കളയിൽ കൂടെ ഇങ്ങനെ പറന്ന് പുറത്തു പോകുന്നതാണ്. എന്തുകൊണ്ടാ? ജഡം. ഇത് കഴിഞ്ഞ് വൈകുന്നേരം ആയി കഴിഞ്ഞ് ഇവർ രണ്ടോടെ വണ്ടി എടുത്തുകൊണ്ട് പോയി എല്ലാ ഓപ്പിലാടെ പ്ലേറ്റ് മേടിച്ചോണ്ട് പിന്നെ വീട്ടിൽ വരും. കാരണം എന്നാ? അകത്തെ മനുഷ്യൻ പിന്നെയാണ് അതൊന്ന് ഓവർകം ചെയ്തത്. ജഡത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ വർത്താനം പറയും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും വേണ്ടായിരുന്നു എന്ന്. പക്ഷെ വേണ്ടായിരുന്നു തോന്നിയാൽ പോയി ക്ഷമ ചോദിക്കുന്നവിടത്താണ് ഗുണമുള്ളൂ. വേണ്ടായിരുന്നു തോന്നിയിട്ട് ക്ഷമ ചോദിക്കുന്നില്ലെങ്കിലോ, ഞാൻ ക്ഷമ ചോദിക്കത്തില്ലെന്ന് പറഞ്ഞതിന്റെ അർത്ഥം അപ്പോഴും ജഡമാ പ്രാധാന്യം. ക്ഷമ ചോദിക്കുന്നത് തെറ്റൊന്നുമില്ല കേട്ടോ, നല്ലതാ. അപ്പോ ഇവിടെ പൗലോസ് പറയുകയാണ്, എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ സ്പിരിറ്റിലല്ല, എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയാം. ഐ നോ ഇൻ മൈ ബോഡി, ഇൻ മൈ ഫ്ലഷ്, അല്ലെങ്കിൽ ഇൻ മൈ സോൾ എന്ന് വേണേലും പറയാം, നന്മ വസിക്കുന്നില്ല. നന്മ. അപ്പോ നന്മയില്ലേ? ജഡപ്രകാരം ജീവിക്കുന്നവൻ ജഡാഭിലാഷത്തിന് ചിന്തിക്കുന്നു. ആത്മാവിന് ഇഷ്ടപ്രകാരം ജീവിക്കുന്നവൻ ആത്മാവിനായി ജീവിക്കുന്നു. ഭാര്യയുള്ളവൻ എങ്ങനെ ഭാര്യയെ പ്രസാദിപ്പിക്കാമെന്നും ഭർത്താവുള്ളവൾ എങ്ങനെ ഭർത്താവിനെ പ്രസാദിപ്പിക്കാമെന്ന് നോക്കുന്നു. എന്നാൽ നമ്മൾ ആരെ പ്രസാദിപ്പിക്കണം? കർത്താവിനെ പ്രസാദിപ്പിക്കണം എന്നതല്ലേ? അപ്പോ ഇവിടെ പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം, ഭാര്യയുള്ളവൻ എങ്ങനെ ഭാര്യയെ, ഭർത്താവുള്ളവൾ എങ്ങനെ ഭർത്താവിനെ പ്രസാദിപ്പിക്കണം. നമ്മൾ അത്രമാത്രം അവരെ പറ്റി ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയെ പറ്റി നമ്മൾ എന്തുമാത്രം അതിൽ കൂടുതൽ ചിന്തിക്കുന്നുണ്ട് പ്രസാദിപ്പിക്കാൻ. നമ്മുടെ ബോഡിക്ക് നമ്മൾ പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നത്. എന്നിട്ട് പൗലോസ് പറയുകയാണ്, നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. എന്നിട്ടാണ് പൗലോസ് പറയുന്നത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനതമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. സ്തോത്രം. എന്നെ ആർ വിടുവിക്കും. 25-ാം വാക്യം ആ വായിച്ച് നിർത്തുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ സ്തോത്രം ചെയ്യുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. എന്നിട്ട് പൗലോസ് പിന്നീട് പറഞ്ഞൊരു വാക്യമുണ്ട്, അതാണ് എൻ്റെ കൃപ നിനക്ക് മതി, ബലഹീനതയിൽ അത് തികഞ്ഞു വരും. മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ thee, ഇറ്റ് വിൽ മേക്ക് യു പെർഫെക്റ്റ് ഇൻ യുവർ വീക്ക്നെസ്. ഇവിടെ പൗലോസ് പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്നാണെന്നറിയാമോ? പൗലോസ് പറഞ്ഞു വരുന്നത്, യേശു നമ്മൾ തുടങ്ങിയത് യോഹന്നാൻ സുവിശേഷത്തിൽ നിന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രിസ്തുവിന് നമ്മളിൽ എന്തുമാത്രം സ്ഥാനം നാം കൊടുക്കുന്നുവോ അത്രമാത്രം നമുക്ക് നമ്മുടെ ശരീരത്തിലെ രാഗമോഹങ്ങളോടെ ക്രൂശിക്കാൻ സാധിക്കത്തുള്ളൂ. ക്രിസ്തുവിന് എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നു, ക്രിസ്തുവിന് എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നു. ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറയാം.
നമ്മൾ ക്ഷീണമായിട്ട് പനിയായിട്ട് കിടക്കുക വീട്ടിൽ. ഭർത്താവ് ജോലി കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നു. പുള്ളിക്ക് ഫുഡൊന്നും നമ്മൾ ഉണ്ടാക്കി വെച്ചില്ല. പുള്ളി കഴിച്ചിട്ട് കുഴപ്പമില്ലെന്ന് ഓർത്തു. പക്ഷെ പിള്ളേർ 4 മണിക്ക് സ്കൂളിൽ നിന്ന് വരും. നമ്മൾ എഴുന്നേറ്റ് പിള്ളേർക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കി, മക്കൾ വിശന്നല്ലേ വരുന്നത്. എന്തുകൊണ്ടാ? മക്കൾക്ക് നമ്മൾ പ്രാധാന്യം. തെറ്റാന്നല്ല ഞാൻ പറഞ്ഞേ, അതിനെക്കുറിച്ച് അല്ല പറയുന്നേ. അങ്ങനെയെങ്കിൽ നമുക്ക് പ്രാധാന്യം കൊടുക്കുവാൻ അറിയാം. കർത്താവായ യേശുക്രിസ്തുവിന് നമ്മൾ പ്രാധാന്യം കൊടുത്ത്, യേശുക്രിസ്തു വെളിച്ചമാണെന്ന് മനസ്സിലാക്കി അവനെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ 100% കൂട്ടിക്കൊണ്ടു വന്നാൽ നമ്മൾ എവിടെ നടക്കും? വെളിച്ചത്തിൽ നടക്കും. ഇരുളിൽ നടക്കത്തില്ല, വെളിച്ചത്തിൽ നടക്കും. എങ്ങനെ വെളിച്ചത്തിൽ നടക്കും? ഈ ഭൂമിയിലെ ഇരുട്ടിനെ കുറിച്ചല്ല, കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ച പാപ സ്വഭാവമാകുന്ന ഇരുട്ടിൽ നടക്കാതെ വിശുദ്ധിയിലും ദൈവിക വഴികളിലും ദൈവിക മാർഗമാകുന്ന വെളിച്ചത്തിൽ നമ്മൾ. അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ അവൻ വെളിച്ചത്തിൽ നടക്കും. ആരെ അനുഗമിക്കുന്നവൻ? യേശുവിനെ അനുഗമിക്കുന്ന. ഞാൻ ലോകത്തിന്റെ വെളിച്ചം. യേശുക്രിസ്തു പറയാൻ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അപ്പോൾ യേശുക്രിസ്തു ലോകത്തിന്റെ വെളിച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ ഇരുട്ട് ഉണ്ട്, എന്നാൽ ലോകത്തിൽ വെളിച്ചവും ഉണ്ട്. ലോകം ഇരുട്ടാണ്, എന്നാൽ ലോകത്തിൽ വെളിച്ചമുണ്ട് എങ്കിൽ അത് ആര് മാത്രമേ ഉള്ളൂ? യേശു. ഫൈനൽ പോയിന്റ്. 2 പോയിന്റ് മനസ്സിലാക്കണം. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ ഒരൊറ്റ ലൈറ്റേ ഉള്ളൂ. ഈ റൂമിൽ ഞാൻ പറയുകയാണ്, ഇങ്ങോട്ട് നിങ്ങൾ കയറി വരുമ്പോൾ, നിങ്ങൾ ആ ഹോളിലോട്ട് കയറുമ്പോൾ അതിന്റെ നടുക്കൊരു സ്വിച്ച് ഉണ്ട്, അത് ലൈറ്റാണ്. എന്ന് പറഞ്ഞാൽ ബാക്കി മുഴുവൻ ഇരുട്ടാണ്. ആ സ്വിച്ച് ഇട്ടാൽ നിങ്ങൾക്ക് ലൈറ്റാണ്. അതാണ് ലൈറ്റ്. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം ഇരുട്ടാണ്, ലോകത്തിൽ മുഴുവനുള്ളത് ഇരുട്ടാണ്. അവിടെ വെളിച്ചമായിട്ടുള്ളത് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ പറയാം, മറ്റുള്ള പഠിപ്പീരുകളോ മറ്റുള്ള കാര്യങ്ങളോ മറ്റുള്ള രീതികളോ ഒന്നും വെളിച്ചം അല്ല. ഞാൻ മാത്രമേ വെളിച്ചം ഉള്ളൂ. അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു, വേറൊരുത്തനും ഇല്ല. വേറൊരുത്തനും ഇല്ല. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-17 വാക്യം വായിക്കുമ്പോൾ, For God so loved the world, he gave his only son, so that whosoever believes in him shall not perish, but will have everlasting life. ദൈവം തൻ്റെ പുത്രനെ അയച്ചത് ഭൂമിയെ കുറ്റം വിധിക്കുവാൻ അല്ല, യേശുക്രിസ്തു മുഖാന്തരം എന്തിനു വേണ്ടിയാ? ടു സേവ് ദ വേൾഡ്. രക്ഷിപ്പാൻ വേണ്ടി അവൻ അയച്ചത്, രക്ഷിപ്പാൻ വേണ്ടി. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു പറയുന്നു, ഞാൻ വെളിച്ചമെന്ന് പറയുമ്പോൾ അവൻ പറയുന്നത്, നിങ്ങൾ എൻ്റെ പുറകെ വന്നാൽ നിങ്ങൾ എവിടെ പോയി ചാടത്തില്ല? കുഴിയിൽ പോയി. ഇവിടെ കുഴി എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുവാ? അപ്പോൾ പൊട്ടക്കണ്ണൻ, കണ്ണ് കാണാത്തവനെ വഴി നടത്തിയാൽ അവരെവിടെ പോയി താടും? ബൈബിൾ പറഞ്ഞിട്ടുണ്ട്, 2 പേരും കുഴിയിൽ പോയി ചാടും. അവിടെയാണ് യേശുക്രിസ്തു പറയുന്നത്, ഞാൻ നിന്നെ കൊണ്ടുവന്നത് കുഴിയിൽ ചാടിക്കാനല്ല, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ. സ്തോത്രം. എന്നിൽ വസിക്കുന്നവൻ മരിച്ചാലും ജീവിച്ചതിൽ വിശ്വസിക്കുന്ന ഒരു നാളും. യേശുക്രിസ്തുവിന്റെ അത് കണ്ടോ? അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ യേശുക്രിസ്തുവിൽ വസിച്ചാൽ, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ അതിന്റെ അർത്ഥം വി ആർ ഇൻ ലൈറ്റ്. വി ആർ ഇൻ ലൈറ്റ്. നമ്മൾ ലൈറ്റിൽ ആകുന്നത് കൊണ്ട് നമുക്കൊരു പ്രത്യേകതയുണ്ട്, വി വിൽ നോട്ട് ഡൈ. നമ്മൾ കുഴിയിലോട്ട് പോകത്തില്ല. നമ്മൾ എങ്ങോട്ട് പോകും? നിത്യജീവങ്കിലേക്ക് നമുക്ക് പോകും. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ. അപ്പോൾ പിതാവിൻ്റെ അടുക്കൽ നമുക്ക് പോകുവാൻ ഒരൊറ്റ മാർഗമേ പറഞ്ഞിട്ടുള്ളൂ, ഒരൊറ്റ വെളിച്ചമേ ഉള്ളൂ. അവൻ്റെ പേര് ക്രിസ്തു വന്നു.
മറ്റുള്ളത് നമ്മൾ കാണുന്നൊന്നും വെളിച്ചമല്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റുള്ളത് നമ്മൾ കാണുന്നൊന്നും വെളിച്ചമല്ല, വെളിച്ചമായിട്ട് അഭിനയിക്കും. സാത്താനും വെളിച്ച ദൂതനെ പോലെ കണ്ടു കഴിഞ്ഞാൽ ഇതിലേ കയറിക്കോ, ഇതുവഴി വന്നാൽ മതി, കയറിക്കോളാൻ പറയും, അകത്തി ബും. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നല്ലിടയനാകുന്നു, നല്ലിടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കും. കള്ള ഇടയൻ പുറകിൽ കൂടെ കയറി വരുമ്പോൾ നല്ലിടയൻ നേരെയുള്ള വാതിലിൽ കൂടി വരുന്നു. അത്രമാത്രം യേശുക്രിസ്തു സ്നേഹിച്ചത് കൊണ്ടാണ് അവൻ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായത്. എന്തിനു വേണ്ടിയാ? ഇരുളായിരിക്കുന്ന നമ്മളിൽ അവൻ കടന്നു വരുമ്പോൾ നാം വെളിച്ചമായി മാറേണ്ടത്. ഇന്ന് യേശു ഉള്ളവന് വെളിച്ചമുണ്ട്. യേശു ഇല്ലാത്തവൻ ഓൾറെഡി സ്റ്റാൻഡ് കണ്ടംഡ്. ഓൾറെഡി അവൻ എങ്ങനെ നിൽക്കുന്നത്? കുറ്റം വിധിക്കപ്പെട്ടവരായി നിൽക്കുകയാണ്. എന്തുകൊണ്ടാ? നമുക്ക് അതുകൂടെ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതുകൂടെ വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. അവരിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജനനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായകയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യന്റെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ കുറച്ചും കൂടെ വാക്യങ്ങളുണ്ട്, പക്ഷെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ന്യായവിധി എന്നതോ, എന്താണ് ന്യായവിധി? അല്ലേ? ഫൈനൽ. നമ്മൾ വിശ്വസിക്കുന്ന കാര്യമുണ്ട്, എല്ലാവർക്കും ഒരു ന്യായവിധി ഉണ്ട്. എന്താണ് ന്യായവിധി? വെളിച്ചം ലോകത്തിൽ വന്നിട്ടും, ആരാണ് വെളിച്ചം? ക്രിസ്തു. മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളത് ആകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുട്ടിനെ, ആരാണ് ഇരുള്? സാത്താൻ. ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. തിന്മ പ്രവർത്തിക്കുന്നവൻ എല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു, തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിങ്കിലേക്ക് വരുന്നില്ല. തൻ്റെ പ്രവൃത്തിക്ക് പ്രവൃത്തി മറ്റുള്ള അറിയാതിരിക്കാൻ വേണ്ടി അവൻ വെളിച്ചത്തിലേക്ക് വരുന്നില്ല. അപ്പോൾ ആ വാക്യം നമുക്ക് ഒന്നുകൂടെ വായിക്കാം. ഇപ്പം നമ്മൾ വായിച്ചത് ഇപ്രകാരം പറയുന്നു. 16-ാം വാക്യത്തിൽ 17 പറയുമ്പോൾ, ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചു തന്നെ. അതിൻ്റെ അർത്ഥം, പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക്, പാപത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് യേശുവിൻ്റെ പുറകെ പോകാൻ പറ്റത്തില്ല, യേശുവിൻ്റെ കൂടെ പോകാൻ പറ്റത്തില്ല. ഇംപോസിബിൾ. പതുക്കെ ചർച്ചിപ്പോക്ക് നിർത്തും, ആരാധനയെ നിർത്തും, പരിപാടികൾ നിർത്തും. അഥവാ അവൻ പോയെന്നുണ്ടെങ്കിൽ പോലും സീറ്റ് ഒന്ന് ചൂടാക്കിയതിനു ശേഷം പുള്ളി ഇറങ്ങി. എന്നാൽ യഥാർത്ഥത്തിൽ വെളിച്ചം അറിഞ്ഞവൻ വെളിച്ചത്തെ സ്നേഹിക്കും, ഇല്ലാത്തവൻ ഇരുളിനെ സ്നേഹിക്കും. വെളിച്ചമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്മ, വെളിച്ചമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു. ഇരുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപം, ഇരുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈത്താൻ. നമ്മൾ ആരെയാ സ്നേഹിക്കുന്നത്? നമുക്ക് നമ്മുടെ തലകളെ വണക്കാം, നമുക്ക് നമ്മൾ സ്നേഹിക്കുന്ന യേശുവിനെയാണ്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതും യേശുവ. നമുക്ക് ആത്മാർത്ഥമായി യേശുവൻ നമ്മുടെ ജീവിതത്തിൽ വസിക്കുവാനായി നമുക്ക് നമ്മളെ അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നല്ല പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകി തന്ന നല്ല സമയത്തിനായി സ്തോത്രം. കടന്നു വന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും, മുഴുവൻ കുടുംബങ്ങളെയും കർത്താവ് അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങളെ ഈ പ്രോഗ്രാമിൽ കൂടി കണ്ടുകൊണ്ടിരിക്കുന്നവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അപ്പാ, ഇന്ന് ഞങ്ങൾ കേട്ടു, അങ്ങാണ് വെളിച്ചം. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ദാറ്റ് ലൈറ്റ് ഷൈൻസ് ഇൻ ഡാർക്ക്നെസ് ആൻഡ് ദ ഡാർക്ക്നെസ് കനോട്ട് കോംപ്രിഹെൻഡ് ഇറ്റ്. കർത്താവേ, ഞങ്ങൾക്ക് ആ വെളിച്ചത്തെക്കുറിച്ച് മനസ്സിലാക്കി തന്നു. ആ വെളിച്ചത്തെക്കുറിച്ച് കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഞങ്ങൾ കാണുന്നത് പോലെ സകലത്തെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഓ, ദ ലൈറ്റ് ദാറ്റ് ഷൈൻസ് ഇൻ ദ ഡാർക്ക്നെസ്. ഓ കർത്താവെ, നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഞങ്ങളിപ്പോൾ ഒരു പാട്ടുപാടി സ്തോത്ര കാഴ്ചകൾ എടുക്കുമ്പോൾ കർത്താവ് അങ്ങ് നിങ്ങളോട് വ്യക്തമായി സംസാരിക്കുകയും അങ്ങേക്ക് തരുവാൻ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണം. അത് ക്രിസ്തു യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ.